ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കൊതുകിനെ എങ്ങനെ നമുക്ക് തുരത്താം. അപ്പോൾ നമുക്ക് അതിനുള്ള നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങയുടെ ചകിരിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ട കത്തിച്ചും എടുക്കാം. അപ്പം നമുക്ക് ദിവസവും ചിരട്ട കത്തിച്ചെടുക്കുന്നതൊക്കെ പാടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചകിരി ഇതേപോലെ ഒന്ന് പിച്ചി എടുക്കാം. നമുക്ക് പിച്ചിട്ട് ചാമ്പ്രാണി പോയിക്കുന്ന തവയ്ക്കകത്തോ അതല്ല ചട്ടിയാണേലും മതി, അതല്ലെങ്കിൽ പാത്രമാണേലും മതി. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഗ്രാമ്പ്, അതേപോലെ 2 പട്ട, ഗ്രാമ്പു, കുറച്ച് കുന്തിരിക്കയോ അതല്ലെങ്കിൽ ചാമ്പ്രാണിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ അത് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു സ്മെല്ലാകുമ്പം കൊതുകിന് തീരെ ഇഷ്ടപ്പെടാത്ത, അപ്പോൾ ആ ഭാഗത്തുനിന്ന് പോലും കൊതുക് ഓടിക്കളയും. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതും നല്ല ഒരു സ്മെല്ലാണ്. പിന്നെ 1-2 കർപ്പൂരം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് 2 വെച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് സവാളയുടെ തൊലിയോ വെളുത്തുള്ളിയുടെ തൊലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പുകയാകുമ്പോഴത്തേന് കൊതുക് പെട്ടെന്ന് തന്നെ പരിസരത്തു നിന്ന് വിട്ട് തന്നെ പോയി കളയും. അപ്പോൾ നമ്മളിത് പുകയ്ക്കുമ്പോഴത്തേന് കൂടുതലും ഈ കൊതുക് ഇരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിലെ ഹാങ്കറിലൊക്കെ ഡ്രസ്സ് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെയാണ്. അപ്പോൾ ആ ഡ്രസ്സും അതെല്ലാം ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തിരിക്കുന്ന കൊതുകുകളെല്ലാം അങ്ങ് പോകും. അതേപോലെ ജനലൊക്കെ നമ്മൾ കൊതുക് വരുന്നെന്ന് പറഞ്ഞ് ജനലൊക്കെ അടച്ചിടും. അപ്പോൾ ഇങ്ങനെ പുകയ്ക്കുന്ന സമയത്ത് ജനലൊക്കെ ഒന്ന് തുറന്നിടുക, ജനലും കതകൊക്കെ. അപ്പോൾ ഉള്ള കൊതുക് അകത്തുനിന്ന് അങ്ങ് പോയിക്കോളും. ഡ്രസ്സിലൊക്കെ പറ്റിയിരിക്കുന്നതാണേലും എല്ലാം ഒന്ന് അനക്കി കൊടുത്താൽ മതി. അതുപോലെ കിച്ചണിലൊക്കെ കൊതുക് കാണും, അവിടെ ഒന്ന് പുകയ്ക്കുക. അപ്പോൾ ഈ പുക എല്ലാം കൂടെ ആയിട്ടുള്ളൊരു സ്മെല്ല്, പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പം അതേപോലെ തന്നെ കൊതുകിന് തീരെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ്. കൊതുക് ആ ഭാഗത്തേ കാണില്ല. അപ്പോൾ ഇതേപോലെ കൊണ്ട് നടന്ന് എല്ലായിടത്തും ഒന്ന് പുകച്ചു കൊടുക്കുക. റൂമിലും ഹാളിലും ഒക്കെ പുകച്ചതിന് ശേഷം നമ്മളിത് സിറ്റൗട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ സിറ്റൗട്ടിൽ വെക്കുമ്പോഴത്തേനും പുക അകത്തോട്ട് വരും. നമുക്ക് ഇനി പുക കുറഞ്ഞെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മുകളിലോട്ട് ചകിരിയൊക്കെ മുകളിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു പുക വീണ്ടും വരും. അതല്ല ചെറുതായിട്ടിരുന്ന് പുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പുകഞ്ഞോളും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. മറ്റേത് ചിരട്ടയൊക്കെ കത്തിച്ച് സമയം കളയണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് കിച്ചണിലോട്ട് കൊണ്ടുവയ്ക്കാം. എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് അവിടെ ചെറുതായിട്ടിരുന്ന് അങ്ങ് പുകഞ്ഞോളും. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.